പ്രൈസ് ദ ലോർഡ്. അരോമ ടി വിയുടെ മാന്യ പ്രേക്ഷകർക്ക് വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച്, ജീവിതാനുഭവങ്ങളെക്കുറിച്ച് പങ്കുവയ്ക്കുന്നതിന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ ദാസൻ ഡോക്ടർ തോമസ് ഉമ്മനവറുകളാണ്. ബോംബെയിൽ കാന്തിവേലിയിൽ സുവിശേഷ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിലും പ്രേക്ഷിത പ്രവർത്തനത്തോടുള്ള ബന്ധത്തിലും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന പ്രിയ സാറ് തൻ്റെ ജീവിതാനുഭവങ്ങൾ അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ കേൾക്കാം. കർത്താവ് നമ്മെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഇവർ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ ഡോക്ടർ തോമസ് ഉമ്മനവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തോളൂ. പ്രൈസ് ലോർഡ് സാറേ. കർത്താവിൻ്റെ ദാസിനെ അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്താൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? കുടുംബാംഗങ്ങളെ ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് ഡോക്ടർ തോമസ് ഉമ്മൻ. ഞാൻ താമസിക്കുന്ന ഇപ്പോൾ മുംബൈയിലാണ്, കാന്തിവലി ഈസ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ വൈഫിൻ്റെ പേര് ഡോക്ടർ റീന എലിസബത്ത് തോമസ്. ഞങ്ങൾ രണ്ടുപേരും ഒരു ചർച്ചിൻ്റെ പാസ്റ്ററൽ ടീമിലുള്ളത്. ഞങ്ങൾക്ക് രണ്ട് പിള്ളേരാണ് ഉള്ളത്. മൂത്തത് ഒരു മോളും ഇളയതൊരു മോനുമാണ്. മോള് പേര് നിസ സൂസൻ തോമസ്. നിസ MD ജനറൽ മെഡിസിൻ ഫൈനൽ ഇയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഡിസംബർ 7 മോന് ബൈബിൾ കോളേജ് ബാച്ചിലേഴ്സ് ഓഫ് പാസ്റ്റോറൽ കെയർ എന്ന് പറഞ്ഞ ഓരോ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണ് ഞങ്ങളുടെ ഫാമിലിയുടെ കാര്യം. ഓക്കെ. കർത്താവദാസിനെ പരിചയപ്പെടുത്തിയത് വളരെ സന്തോഷമുണ്ട്. കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം കർത്താവിൻ്റെ തുടർമാനമായി സംസാരിക്കാനുള്ള അവസരമാണ് ഇനിയുള്ളത്. ബാല്യകാലം മുതൽ ഇങ്ങോട്ട് ഉള്ളതായ കാര്യങ്ങൾ പറയാം. മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, കർത്താവിനെ കണ്ടുമുട്ടാനിടയായി തീർന്ന നല്ല ഓർമ്മക്കുറിപ്പുകളൊക്കെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം തുടർമാനമായി സംസാരിക്കാം. ഈ ഒരു അവസരം ലഭിച്ചതിനായിട്ട് ഞാൻ കർത്താവ് യേശുവിനെ സ്തുതിക്കുന്നു. പാസ്റ്റർ ഡാനിയൽ ജോണിനോടുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ഞാൻ ജനിച്ചത് ചെങ്ങന്നൂർ എന്ന ദേശത്താണ്, കേരളത്തിൽ. എന്നാൽ എൻ്റെ ഫാദർ ഗൾഫിലായിരുന്നു അന്ന് ജോലി ചെയ്തിരുന്നത്. എൻ്റെ ഫാദർ ഒരു ഡെന്റൽ സർജൻ ആയിരുന്നു. എന്നാൽ ഞാൻ ഉണ്ടായി കഴിഞ്ഞ ഉടനെ എൻ്റെ മദർ എന്നെ അങ്ങ് കൊണ്ടുപോയി. ഞാൻ കുവൈറ്റിലായിരുന്നു. എൻ്റെ ബാല്യകാലങ്ങൾ കുറെ നാൾ കുവൈറ്റിലായിരുന്നു. എനിക്കൊരു 11 വയസ്സാകുന്നത് വരെ ഞാൻ കുവൈറ്റിൽ തന്നെയായിരുന്നു പഠിച്ചത് വരെ. എന്നാൽ അതിനുശേഷം ഞാൻ നാട്ടിലേക്ക് വരുവായിരുന്നു. 6th സ്റ്റാൻഡേർഡ് ആയപ്പോൾ ഞാൻ നാട്ടിലേക്ക് വന്നു. നാട്ടിൽ ഞാൻ ട്രിവാൻഡ്രം സെന്റ് തോമസ് റെസിഡൻഷ്യൽ സ്കൂളിലാണ് പഠിച്ചത്. അവിടുത്തെ ബോർഡിങ്ങിലായിരുന്നു ഞാൻ. ഒരു ട്രഡീഷണൽ മെയിൻ ലൈൻ ചർച്ചിലായിരുന്നു. പാരമ്പര്യമായിട്ടുള്ള ഒരു മെയിൻ ലൈൻ ചർച്ചിന്റെ അംഗമായിരുന്നു ഞാനും എൻ്റെ കുടുംബവും, എൻ്റെ പേരൻസും. എന്നാൽ കൊച്ചു പ്രായത്തിൽ ഞാൻ കുവൈറ്റിലായിരുന്നപ്പോൾ എനിക്ക് എൻ്റെ ഒരു നല്ല ഓർമ്മകൾ പറയാനാണെങ്കിൽ, എൻ്റെ ഫാദർ വളരെ ബിസി ആയിട്ടൊരു പ്രാക്ടീഷണറായിരുന്നു, ഡെന്റൽ പ്രാക്ടീഷണർ. എന്നാൽ പുള്ളി അവധി സമയമാകുമ്പോൾ, അവധിയുള്ള സമയത്ത് പുള്ളിക്കാരന് ഈ ടൂർ ചെയ്യാൻ വളരെ താല്പര്യമുള്ള ആളാണ്, യാത്ര ചെയ്യാൻ താല്പര്യമുള്ള. അങ്ങനെ അടുത്തുള്ള രാജ്യങ്ങളിലേക്കൊക്കെ കാറും എടുത്തു 2 ഫാമിലിയെ കൂട്ടിക്കൊണ്ട് പോകുമായിരുന്നു. ഞങ്ങളങ്ങനെ അടുത്തുള്ള ഇറാൻ, ലെബനൻ അങ്ങനെയൊക്കെ പോയി. എന്നാൽ ഒരു പ്രാവശ്യം, ഇത് 74 അദ്ദേഹത്തിന്, എൻ്റെ ഫാദറിന് വേറെ കുറച്ച് രാജ്യങ്ങളിലൂടെ അധികം പോകണം തോന്നി, പ്ലാൻ ചെയ്തു. അങ്ങനെ കാറേ തന്നെ യാത്ര ചെയ്തു. കാറയിൽ
ഇത് കുവൈറ്റിൽ നിന്ന് ആരംഭിച്ച് അങ്ങനെ അനേക രാജ്യങ്ങളിലോട് കൂടെ പോയി കുറെ യൂറോപ്യൻ കൺട്രീസിലും കയറി. അവസാനം ഞങ്ങള് ഇംഗ്ലണ്ട്, ജർമ്മനി ഇവിടെ എല്ലാം കയറി. അവിടെ എല്ലാം ഓരോ ദിവസം 1-2 ദിവസങ്ങൾക്ക് താമസിച്ച് 1 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ചു കുവൈറ്റ് തിരിച്ചു. എന്നാൽ ഈ ഓർമ്മകൾ എനിക്ക് ഒരിക്കലും എന്റെ മനസ്സിൽ നിന്ന് പോകത്തില്ല. കാരണം അന്ന് എനിക്ക് 9 വയസ്സേ ഉള്ളൂ. 9 വയസ്സ്. എന്നാലും എനിക്ക് എല്ലാം നല്ല ഓർമ്മയായി. നല്ലൊരു സമയം ഡ്രൈവ് ചെയ്ത് പോവുക, എവിടെയെങ്കിലും താമസിക്കുക. അന്നേരം എന്റെ ഫാദർ വളരെ അഡ്വഞ്ചറസ് ആയിരുന്നു, ഡെയറിങ് ആയിരുന്നു. രാത്രിയിലൊക്കെ റോഡ് സൈഡിലൊക്കെ കിടന്നുറങ്ങിയിട്ടൊക്കെ ഉണ്ട്. എന്നാൽ അതൊന്നും അന്ന് കൊച്ചായതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് അധികം ചിന്തിക്കുന്നില്ല. അതൊരു എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മ. പിന്നെ അതിനുശേഷം പെട്ടെന്ന് ബോർഡിങ്ങിലേക്ക് വന്നപ്പം ഞാൻ എനിക്കൊരു വിഷമമായിരുന്നു. എന്നാൽ ആ ഒരു ജീവിതത്തിൽ കൂടെ ഞാൻ ഇൻഡിപെൻഡന്റ് ആണ്, തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുവാനും പ്രവർത്തിക്കാനും ഒക്കെ എനിക്കൊരു ഇടം തന്നു. ആ സ്കൂളും ആ ബോർഡിങ്ങും ഒക്കെ എനിക്കൊരു നല്ല അനുഭവം തന്നെയായിരുന്നു. ആദ്യമേയൊക്കെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പാടായിരുന്നു. പ്രത്യേകിച്ച് ചില ടീച്ചേഴ്സിന്റെ ഒക്കെ ഇടപാടുകളൊക്കെ ഒരു പ്രത്യേക രീതിയിൽ എനിക്ക് തോന്നി. എന്നാൽ തന്നെ എല്ലാം ദൈവം അനുകൂലമാക്കി തന്നതാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. കാരണം ഞാൻ എൻ്റെ കൊച്ചു പ്രായത്തിലാണെങ്കിൽ എനിക്ക് സ്പോർട്സിനോട് വലിയ താല്പര്യമില്ല. ഞാൻ അത്ലറ്റിക്സിലും ക്രിക്കറ്റും ഒക്കെ കളിക്കാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. ഇതിലൊക്കെ അന്ന് എനിക്ക് അണ്ടർ 15 ടീമിലൊക്കെ ഉണ്ടായിരുന്നു, ഡിസ്ട്രിക്റ്റിന്റെ. എന്നാൽ അത് കഴിഞ്ഞ് ഞാൻ ഉടനെ പ്രീ ഡിഗ്രിക്ക് SP കോളേജിൽ ചേർന്നു. അവിടുത്തെ കോളേജിന് ശേഷം പിന്നെ എൻ്റെ പേരൻസിനെ ഞാൻ എങ്ങനെയും ഒരു ഡെന്റിസ്റ്റ് ആകണം എന്ന് തന്നെ താല്പര്യം. കാരണം എൻ്റെ ഫാദറിന് കുവൈറ്റിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം ഫാദർ വീണ്ടും അവിടെ ചെങ്ങന്നൂരിൽ ഒരു പ്രാക്ടീസ് തുടങ്ങി. അന്നേരം ഇതിനൊരു ഇൻഹെറിറ്റർ വേണമല്ലോ ആ പ്രാക്ടീസിന്. അതിനായിട്ട് ഞാൻ ഡെന്റിസ്റ്റ് ആകണം എന്ന് തന്നെയായിരുന്നു താല്പര്യം. കാരണം എനിക്ക് 4 മൂത്ത ജ്യേഷ്ഠന്മാരുണ്ട്. ഈ എല്ലാവരും എന്നെക്കാട്ടും മൂത്തവരാണ്. അവരാരും ഈ ഡെന്റൽ സൈഡ് തിരഞ്ഞെടുത്തില്ല. എന്റെ ഉള്ളിലേക്ക് മൂത്ത ജ്യേഷ്ഠ പേര് ജോയ് ഉമ്മൻ. പുള്ളി ഒരു റിട്ടയർഡ് IAS ഓഫീസറാണ്. ഛത്തീസ്ഗഡിന്റെ ചീഫ് സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്തത്. രണ്ടാമത്തെ ബ്രദറിന്റെ പേര് അലക്സ്. മൂന്നാമത്തെ ബ്രദറിന്റെ പേര് മോഹൻ. ഇവർ രണ്ടുപേരും ചെങ്ങന്നൂര് തന്നെയുണ്ട്. ഞങ്ങൾക്ക് ചെങ്ങന്നൂര് ഒരു സ്ഥാപനമുണ്ട്, മാമൻ മെമ്മോറിയൽ ഹോസ്പിറ്റൽ. ആ സ്ഥാപനം നോക്കി നടത്തുന്നു രണ്ടുപേരും, അവരുടെ കുടുംബാംഗങ്ങളും അവിടെ. പിന്നെ എന്റെ നേരെ മൂത്ത ജ്യേഷ്ഠൻ ഡോക്ടർ ജോർജ് ഉമ്മൻ. അദ്ദേഹം ഒരു സർജനാണ്. ഇപ്പോൾ മലേഷ്യയിലാണ് ഇപ്പോഴും അവിടെ സർജനായിട്ട് പ്രവർത്തിക്കും. എന്നാൽ ഞാൻ പറയാൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇവരാരും ഡെന്റിൽസ് തിരഞ്ഞെടുക്കാത്ത സ്ഥിതിക്ക് എൻ്റെ ഫാദറിന് നിർബന്ധമായിരുന്നു ഞാൻ ഡെന്റിസ്റ്റ് ആകും. അങ്ങനെ ഞാൻ പ്രീഡിയും കഴിഞ്ഞു. പിന്നെ ഒരു 2 കൊല്ലം കൂടെ ഞാൻ ഡിഗ്രിയുടെ ഭാഗങ്ങളൊക്കെ തുടങ്ങിയിട്ട് ഞാൻ പിന്നെ മണിപ്പാലിൽ എൻ്റെ ഡെന്റിസ്ട്രി ഞാൻ ചേർന്നു. അങ്ങനെ ഡെന്റിസ്ട്രി എല്ലാം കഴിഞ്ഞ് നാട്ടിൽ വന്നു. ഞാൻ 94 വന്നു. അന്നേരം ഞാൻ എൻ്റെ ഫാദറിന്റെ പ്രാക്ടീസ് ഒന്നും പൂർണ്ണമായിട്ട് ചുമതല ഏറ്റെടുത്തില്ല. കാരണം ഇതിന്റെ ഇടയ്ക്ക് എൻ്റെ കല്യാണം നടന്നു. 94 ഞാനും റീനയും കല്യാണം കഴിക്കുന്നത്. അന്ന് മുതൽ ഞാൻ പിന്നെ അധികം താമസിക്കാതെ ഞാൻ എൻ്റെ ഫാദറിന്റെ പ്രാക്ടീസ് ടേക്ക് ഓവർ ചെയ്ത് നടത്തിക്കൊണ്ട് പോകാൻ. ഞങ്ങൾ 94 കല്യാണം കഴിച്ചു. 95 എൻ്റെ മോളുണ്ടായി. 95 ഓഗസ്റ്റില് മോളുണ്ടാകുന്നത്. അന്നേരം ഞങ്ങള് ജീവിതങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് നീങ്ങുന്നു. എൻ്റെ പ്രാക്ടീസ് ഇതൊക്കെ ഉയർന്നു വരുന്നു. റീനായി പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞതിന് ശേഷം അധികം താമസിക്കാതെ എന്നെ ജോയിൻ ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും ആ പ്രാക്ടീസ് നന്നായിട്ട് നടത്തിക്കൊണ്ട് പോകുമായിരുന്നു.
എന്നാൽ ഞങ്ങളൊരു ഒന്ന് രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് രണ്ടാമതൊരു കുഞ്ഞിനെ ആഗ്രഹിച്ചു. റീന പ്രഗ്നന്റ് ആയി. പ്രഗ്നന്റ് ആയിട്ട് റീനയുടെ സ്കാനിങ് ചെയ്യണമല്ലോ. അത് സാധാരണ ഒരു സെക്കൻഡ് മന്ത് ആകുമ്പോൾ സ്കാൻ ചെയ്യും. അന്നേരം ഞങ്ങളുടെ തന്നെ സ്ഥാപനമുണ്ട്, ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, മാമൻ മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ തന്നെ ഞങ്ങൾ സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തപ്പം അവിടുത്തെ റേഡിയോളജിസ്റ്റ് ഒരു കർണാടക ഡോക്ടറാണ്. അദ്ദേഹം സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു, തോമസ്, ഈ ഫീറ്റസ്, ഈ കുഞ്ഞിന് മൾട്ടിപ്പിൾ ഡിഫക്ട്സ് ഉണ്ട്. അത് കാരണം ഈ പ്രഗ്നൻസി മുന്നോട്ട് തുടരാൻ പാടില്ല, വളരെ കർശനമായിട്ട് പറയും. കാരണം മൾട്ടിപ്പിൾ ഡിഫക്ട്സ് ആണ്. അത് കാരണം ഒരു രീതിയിലും ഈ മുന്നോട്ട് പോകാനായിട്ട് ഞാൻ അഡ്വൈസ് ചെയ്തു. ഓക്കെ, അന്നേരം പിന്നെ ഞാനും റീനയ്ക്ക് കേട്ടപ്പോൾ വളരെ വിഷമമായിരുന്നു. എന്നാൽ ഞങ്ങള് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ, ഞങ്ങളത് അധികം താമസിക്കാതെ അബോർട്ട് ചെയ്തു. പിന്നെ ഓരോ കൊല്ലം കഴിഞ്ഞപ്പം റീന വീണ്ടും പ്രഗ്നന്റ് ആയിട്ട് ഞങ്ങള് സെക്കൻഡ് മന്തിൽ സ്കാൻ ചെയ്യണമല്ലോ. സ്കാൻ ചെയ്യുന്നപ്പം ഈ സെയിം റേഡിയോളജിസ്റ്റ് തന്നെയായിരുന്നു. സ്കാൻ ചെയ്തപ്പം ആ റേഡിയോളജിസ്റ്റിന്റെ മുഖഭാഗങ്ങളൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. പുള്ളി അതുപോലെ തന്നെ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഇതുപോലെ തന്നെയാ, കഴിഞ്ഞ തവണത്തെ പോലെ തന്നെയാണ് കേട്ടോ തോമസ് പറഞ്ഞു, ഈ ഫീറ്റസിന് മൾട്ടിപ്പിൾ ഡിഫക്ട്സ് ഉണ്ടെന്ന്. ഓക്കെ, അന്നേരം ഞാനും റീനയ്ക്ക് അത് വളരെ ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ് ആയിരുന്നു. വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. ഇത് അബോർട്ട് ചെയ്യണം, ഇതും വീണ്ടും അബോർട്ട് ചെയ്യും. നിരാശയായിരുന്നു, എന്താ ഇതിങ്ങനെ ഉണ്ടാകുന്നതെന്നൊക്കെ ചിന്തിച്ചു. ഞങ്ങളുടെ അവിടുത്തെ തന്നെ ആ ഹോസ്പിറ്റലിൽ തന്നെ ഗൈനക്കോളജിസ്റ്റിനോട് അഭിപ്രായം ചോദിച്ചു. പുള്ളിക്കാരനും ആ ഗൈനക്കോളജിസ്റ്റിന് ഒരു ഐഡിയ കിട്ടുന്നില്ല. കാരണം ഞങ്ങളുടെ ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടെല്ലാം നോർമലാണ്. അതിലും സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ കുഞ്ഞുണ്ടായി. പിന്നെ ഈ രണ്ടാമത്തെ ഒരു കുട്ടിയെ കൂടെ ആഗ്രഹിക്കുമ്പോൾ എന്താണ് ഇങ്ങനെ ഇത്ര പ്രയാസങ്ങൾ വരുന്നത് മനസ്സിൽ കൂടെ പോയി. ഏതായാലും പിന്നെ ഒരു വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ റീന വീണ്ടും പ്രഗ്നന്റ് ചെന്ന് നമ്മൾ സെക്കൻഡ് മന്തിൽ സ്കാൻ ചെയ്തപ്പം അതേപോലെ തന്നെ മൾട്ടിപ്പിൾ ഡിഫക്ട്സ്. ഈ സെയിം ഡോക്ടർ തന്നെയാണ്. ഇത്രയും ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങള് വളരെ ഡിസപ്പോയിന്റ് ആയി. ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് വിചാരിച്ചു. അബോർഷൻ കഴിഞ്ഞു. എന്നാൽ ഈ സമയത്ത് ഞങ്ങളുടെ ഈ കാര്യം ഞാൻ എൻ്റെ ഒരു കസിൻ ബ്രദറുണ്ട്, പുള്ളി കോട്ടയത്ത് ഒരു ഡോക്ടർ ബെഞ്ചമിൻ ജോർജ് എന്നാണ്. പുള്ളി അവിടൊക്കെ അറിയപ്പെടുന്ന ഒരു ഇവാഞ്ചലിസ്റ്റ് ആണ്. ഒരു ദേവദാസനും അനേകർക്കും സുവിശേഷം പറയുന്ന ഒരു വ്യക്തിയാണ്. അത്തരം ഈ കസിൻ ഡോക്ടർ ബെഞ്ചമിൻ എന്നോട് പറഞ്ഞു, ഇത് ദൈവമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ലോട്ട് ചേരണം, ദൈവമായിട്ടുള്ള ഒരു അടുപ്പം വേണം, എൻ്റെ വീട്ടിലോ ഒരു പ്രാർത്ഥന കൂട്ടം വേണം, അവിടെ വന്ന് കൂടുന്നത് നല്ലതാണല്ലോ. എല്ലാ മൂന്നാം ഞായറാഴ്ച ഉച്ച തിരിഞ്ഞാണ് ഈ പ്രയർ മീറ്റിംഗ് നടക്കുന്നത്, അവിടെ വരണമല്ലോ പറഞ്ഞു, അവിടെ വന്നാൽ നല്ലതാണല്ലോ. അങ്ങനെ അത് കേട്ടപ്പോൾ ഞങ്ങൾക്കൊരു എൻകറേജ്മെന്റ് തോന്നി. അധികം താമസിക്കാതെ പറഞ്ഞതിന് ശേഷം അടുത്ത മാസം തന്നെ ആ തേർഡ് സൺഡേ ഞങ്ങൾ അവിടെ പോയി തുടങ്ങി. ഞാനും എൻ്റെ വൈഫും എൻ്റെ മോളും എൻ്റെ മദറും എൻ്റെ കൂടെ പോയി. അതായത് ചെങ്ങന്നൂരിൽ നിന്ന് കോട്ടയത്തോട്ടുള്ള ഒരു യാത്രയുടെ കാര്യം മാത്രമേ ഉള്ളല്ലോ. അതുകൊണ്ട് ഞങ്ങൾ എല്ലാ തേർഡ് സൺഡേയും അവിടെ പോകുമായിരുന്നു. അവിടെ പോകുമ്പോഴൊക്കെ എല്ലാ ഞായറാഴ്ചകളിലും അവിടെ ഉണ്ടാകുന്ന മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഏതൊരു ദേവദാസനെ എൻ്റെ ഈ കസ്റ്റമർ വിളിക്കുമായിരുന്നു. ഈ ദേവദാസന്മാര് ബൈബിളിൽ നിന്ന് പ്രസംഗിക്കും. അതിനുശേഷം നമ്മള് ഡോക്ടറിന്റെ അടുത്ത ബന്ധം കൂടാണ്ട്
എന്റെ കസിൻ ഞാൻ പറഞ്ഞല്ലോ ഒരു ഡോക്ടറാണ്, ഓർത്തോപെഡിക്സ് ഡോക്ടറാണ്. സോ ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രത്യേകം പ്രാർത്ഥിക്കും. അങ്ങനെ അനേക ദേവദാസന്മാർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഓരോ ഓരോ മീറ്റിംഗ് കഴിയുമ്പോഴും. എന്നാൽ ഞാന് അന്ന് ഈ ബൈബിളിൽ നിന്ന് പറയുമ്പോൾ ഒക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുമായിരുന്നു, പക്ഷെ അങ്ങനെ വലുതായിട്ട് ശ്രദ്ധിക്കാനൊരു താല്പര്യമില്ല. എന്നാൽ അത്യാവശ്യമൊക്കെ കേട്ടിരിക്കുമായിരുന്നു. എന്നാൽ 6 മാസം കഴിഞ്ഞു ഈ മീറ്റിംഗ് ഒക്കെ ഞങ്ങൾ അറ്റൻഡ് ചെയ്ത് തുടങ്ങി. 6 മാസം കഴിഞ്ഞു റീന വീണ്ടും പ്രഗ്നന്റ് ആയിട്ട് 2 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇതേ സെയിം റേഡിയോളജിസ്റ്റിനെ അന്നും ഞങ്ങളുടെ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. പുള്ളിയുടെ അടുത്ത് ചെന്ന് സ്കാൻ ചെയ്തപ്പോൾ പുള്ളിയുടെ മുഖത്തൊരു ചിരിയായിരുന്നു. ചിരിച്ചിട്ട് പറഞ്ഞു, തോമസ്, ഈ തവണത്തെ റിപ്പോർട്ടിനും ഈ ബേബിക്കും ഫീറ്റസിനും ഒരു കുഴപ്പമില്ല, അബ്സല്യൂട്ട്ലി ഫൈനാണ്. സോ ഇത് കേട്ടപ്പം ഉള്ള അന്നേരത്തെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പറഞ്ഞറിയിപ്പിക്കാൻ പറ്റുന്നുണ്ട്. ഇതൊരു ഈ പ്രാർത്ഥനയ്ക്കൊക്കെ ഞങ്ങൾ പോയോണ്ടൊക്കെ ആണല്ലോ ഇത് സംഭവിച്ചത് എന്നുള്ളൊരു ചിന്ത വന്നു. എന്നാൽ അങ്ങനെ പൂർണ്ണമായിട്ട് ദൈവമായിട്ട് ഒരു ഇന്റിമേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിന് നമുക്ക് അടുക്കണമെന്ന് എനിക്ക് പ്രത്യേകിച്ച് തോന്നിയില്ല. എന്നാൽ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇത് ഈ പ്രാർത്ഥനയ്ക്ക് പോയോണ്ട് തന്നെയാണ് ഇത് സംഭവിച്ചത്. 2001 ഈ പ്രഗ്നൻസി ഡിറ്റക്ട് ചെയ്തത്, സ്കാനിങ് എല്ലാം ചെയ്തത്. 2002 മാർച്ചില് റീന ഡെലിവറി ചെയ്തു, ഒരു ബോയ്. അന്നേരം ഈ ഡെലിവറി നടക്കുന്നതിന്റെ ഒരാഴ്ചക്ക് മുമ്പേ ഞാനിങ്ങനെ ഉറങ്ങി എഴുന്നേച്ചപ്പോൾ ഞാനൊരു ശബ്ദം കേൾക്കും. ഈ നിനക്ക് ഒരു മകൻ ഉണ്ടാവും, ആ മകന്റെ പേര് ജോഷുവ എന്ന് പേരുണ്ട്. അന്നേരം ഓക്കെ, ഞാനിത് കേട്ടു. ഞാനിതൊന്നും എനിക്കത് തോന്നിച്ചതാണോ എന്നൊക്കെ എനിക്കൊന്ന് മനസ്സിൽ തോന്നി. ഞാൻ ഏതായാലും ഉറങ്ങി എഴുന്നേച്ചിട്ട് ഞാൻ ലിവിംഗ് റൂമിൽ വന്നിരുന്നപ്പം ഞാൻ നോക്കിയപ്പം എന്റെ മദറും അവിടെ ഇരിപ്പുണ്ട്. അന്നേരം ഞാൻ ഇച്ചിരി ഇങ്ങോട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്ന കണ്ടപ്പോ എന്റെ മദർ എന്നോട് ചോദിച്ചു, നീ എന്താ ഏതാണ്ട് മനസ്സ് ചിന്തിച്ചോണ്ടാണല്ലേ നടക്കുന്നത്? അന്നമ്മേ ഇങ്ങനെ ഒരു പേരുകളൊക്കെ എന്റെ മനസ്സിൽ വരും. അന്നേരം എന്റെ അമ്മ ചോദിച്ചു, എന്താ മോനെ ജോഷുവ എന്ന് വല്ല പേര് വന്നു? അന്നേരം അന്നമ്മയെന്ന് ഞാൻ പറയും. കാരണം എന്റെ മദറും വളരെ കാര്യമായിട്ട് ഈ പ്രശ്നത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ ഡെലിവറി കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് മനസ്സിലായത് ഈ ആൺകുഞ്ഞ അന്ന് കേട്ടപ്പം തന്നെ അത് വേറൊരു അതിശയമായിരുന്നു. പിന്നെ പേര് കൺഫേംഡ് ആയിരുന്നല്ലോ അന്നേരം. അങ്ങനെ എന്നാലും ഞാൻ അന്നും ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ആ ട്രഡീഷണൽ ചർച്ചിലാണ് പോയിക്കൊണ്ട് ദൈവവും കർത്താവുമായിട്ടുള്ള ഒരു ഇന്റിമസി അങ്ങോട്ട് വന്നില്ല. എന്നാൽ പ്രാർത്ഥിക്കുകയും ഞാൻ അങ്ങനെ അധികം ദൈവവചനമായിട്ട് ഇരിക്കത്തില്ലായിരുന്നു. രാത്രിയിൽ പാട്ട് പാടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും കുടുംബമായിട്ട്. എന്നാൽ ഈ മോനുണ്ടായി. അവനോട് നല്ല ഹെൽത്തി ആയിട്ടൊരു കുഞ്ഞായിരുന്നു. അവനങ്ങനെ ഉച്ച പ്രായത്തിൽ പോലും അവന് പനി പോലും ഉണ്ട്. ഏതായാലും ഒരു 2002 അവനുണ്ടായത്. 2005 എന്റെ വീട്ടിൽ ഒരു ദൈവദാസ്യം എന്റെ ആന്റി കൂട്ടിക്കൊണ്ട് വന്നതാണ്. ഈ ആന്റി കൂട്ടിക്കൊണ്ട് വന്നത്
ഞങ്ങളുടെ കുടുംബത്തിൽ വേറെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അന്നേരം ആ ഇഷ്യൂ സംബന്ധിച്ച് വെറുതെ വീട്ടിലോട്ട് വന്നതാണ്. വന്ന കൂട്ടത്തില് ഈ ദൈവദാസി, ഈ ദാസിയുടെ പേര് റംല. ഈ ദാസി അവിടെ വന്നിട്ട് എൻ്റെ ആന്റിയോടും എൻ്റെ മദറിനോടും എന്നെ നോക്കിയിട്ട് പറഞ്ഞു, ഈ മകന്റെ മേലൊരു പ്രത്യേക വിളിയുണ്ട്. സത്യം പറഞ്ഞാൽ ആ ദാസി അവിടെ വന്നത് വേറെ ഒരു കാര്യം, ഞങ്ങളുടെ ഫാമിലിയിലെ വേറൊരു കാര്യമൊക്കെ ഡിസ്കസ് ചെയ്യാനായിട്ട് വന്നു. എന്ന് പറഞ്ഞ് എന്നാൽ പുള്ളിക്കാരത്തി പറഞ്ഞു, എനിക്ക് ആ വിഷയത്തിന്റെ മേലിൽ പ്രത്യേകിച്ച് വെളിപ്പാടൊന്നും വരുന്നില്ല, പക്ഷെ ഈ മകനെ കുറിച്ചൊരു പ്രത്യേകമായിട്ടുള്ള ഒരു വിളിയുണ്ടല്ലോ. എന്നിട്ട് ഈ ദേവദാസി അവിടെ വെച്ച് പറയുക, ഈ ഒരു മകനുണ്ട്, ആ മകനെ ദൈവം കണ്ടിരിക്കുന്നു. എന്നാൽ ഈ ദേവദാസി അവിടെ നിന്ന് പറയുമ്പോൾ എൻ്റെ മോൻ അവിടെ ഇല്ല. അവനെ എൻ്റെ വൈഫിന്റെ വീട്ടിലോട്ട് എൻ്റെ ഫാദറിലെ കൂട്ടിക്കൊണ്ട് പോയത്. എന്നിട്ട് പുള്ളിക്കാരത്തി ചോദിച്ചു, എന്ത് ചെയ്യാ, മോനുണ്ടോ? ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഇവിടെ ഇല്ല, ഇങ്ങനെ ഫാദറിലോടെ വീട്ടിൽ പോയിരിക്കാം. അവന് മേലെ പ്രത്യേകം പിടിയുണ്ട്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് പുള്ളിക്കാരത്തി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞു. ദൈവാത്മാ പറയുന്നു, ഈ മോന് കുറച്ച് ശാരീരികമായ പ്രയാസങ്ങൾ അനുഭവപ്പെടാൻ ചാൻസുകളുണ്ട്. എന്നാൽ ഈ ഒരു അനുഭവത്തോടു കൂടി നിങ്ങൾ പൂർണ്ണമായിട്ട് ദൈവസന്നിധിയിൽ വരും. ഇത്രമാണ്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് പുള്ളിക്കാരത്തി അങ്ങ് പിന്നെ പോവുമായിരുന്നു. ഞാൻ എന്നാലും അതിനുകൊണ്ട് അത് കേട്ടപ്പോ എനിക്ക് അത്രയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. എന്നാൽ ഞങ്ങള് അതെല്ലാം കേട്ടു. ശരി, സന്തോഷത്തോടെ ഒരു പോവുകയും ചെയ്തു. എന്നാൽ 3 ആഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ മോനൊരു പനി വന്നു. പിന്നെ അവന്റെ ദേഹത്ത് ഇങ്ങനെ ബോയിൽസ് പോലെ വന്നു, ഇങ്ങനെ കൊമളിച്ചു വന്നു. അവന്റെ വായിൽ അടക്കം മുഴുവൻ അൾസറുകളും. അന്നേരം ഇതെന്താന്ന് കണ്ട ഞങ്ങൾ പ്രയാസപ്പെട്ടു. അവിടുത്തെ പീഡിയാട്രീഷ്യനെ കാണിച്ചു, വേറെ ഡോക്ടേഴ്സിനെ കാണിച്ചിട്ട് ആർക്കും അങ്ങോട്ട് പിടികിട്ടുന്നില്ല. കാരണം ഇത് ചിക്കൻ പോക്സ് അല്ല, പിന്നെ ഇതെന്താ കാരണം എന്നൊക്കെ ഇങ്ങനെ വളരെ കൺഫ്യൂഷൻ തോന്നി. അവസാനം ഒരു വളരെ സീനിയർ ആയിട്ടുള്ള പീഡിയാട്രീഷ്യനെ കാണിച്ചപ്പോൾ പറഞ്ഞു, ഇത് റെയർ ഫോം ഓഫ് വൈറൽ ഇൻഫെക്ഷനാണ്, സാരമില്ല, ഇത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറുള്ളൂ. ഏതായാലും കർത്താവിന്റെ കൃപയാല് മരുന്നൊക്കെ കഴിച്ചു, ഇൻഫെക്ഷൻ കുറഞ്ഞു, ബോയിൽസ് ഒക്കെ മാറി, ഇങ്ങനെ മുന്നോട്ട് ജീവിതം പോവായിരുന്നു. പക്ഷെങ്കിൽ അതിനുശേഷം എല്ലാ മാസവും ഈ മോന് പനിയും എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഇങ്ങനെ വന്നു. ഈ പനി വരുമ്പോൾ ആസ്മ അറ്റാക്സ് വരും. ഈ ആസ്മ അറ്റാക്സ് വരുമ്പോൾ പറഞ്ഞാൽ അവന് ഈ ശ്വാസം കിട്ടാതെ വന്നിട്ട് അവന്റെ ഈ വലിക്കുന്ന ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുറി അടുത്ത 2 മുറി അപ്പുറവും കേൾക്കായിരുന്നു. മരുന്നൊക്കെ കൊടുത്തു കഴിയുമ്പോൾ ഒന്ന് കുറയും. 1 മാസം കഴിയുമ്പോൾ പിന്നെയും ഇങ്ങനത്തെ ബുദ്ധിമുട്ട് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വന്നു. എന്നാൽ 2005 ഡിസംബർ ആയപ്പോൾ ഇതുപോലെ അസുഖം വന്നിട്ട്, അവന് ആ കൊച്ചു പ്രായമില്ല, അവൻ വഴക്കാളിയായിരുന്നു. അവന് ഈ അസുഖം വരുമ്പോൾ ഉണ്ടല്ലോ, അവന് തീരെ ബുദ്ധിമുട്ട് കാരണം അവൻ കയറി കിടക്കും. അല്ലാത്ത പക്ഷം അവിടെ എല്ലാം ഓടി നടന്ന് അവനെ കൺട്രോൾ ചെയ്യാൻ ഇച്ചിരി പാടായിരുന്നു കൊച്ചു പ്രായത്തിൽ. എന്നാൽ ഈ അസുഖം വന്നിട്ട് അതിന്റെ പ്രയാസം കാരണം അവൻ തന്നെ കയറി കിടക്കുക. അന്നേരം ഒരു ശനിയാഴ്ചയായിരുന്നു ഇത്. അന്ന് ഇവന്റെ ഈ ബുദ്ധിമുട്ട്, ഇവൻ കയറി കിടന്നു കഴിഞ്ഞിട്ട് ഇവന്റെ ഈ ആസ്മാറ്റിക് അറ്റാക്സും ആ ബ്രീത്ത് ചെയ്യുന്ന സൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അപ്പുറത്തെ മുറി വരയ്ക്കായിരുന്നു. ഇതെല്ലാം കേട്ട് എനിക്ക് വലിയ വിഷമമായിരുന്നു. എന്നാൽ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചു പോലും ഇല്ല. ഞാനൊരു ഒരു സ്വരം കേൾക്കുക, നീ ഇന്ന ആരാധനയിലോട്ട് പോകണം നാളെ, അടുത്ത ദിവസം ഞായറാഴ്ചയാണ്, ഇന്ന ആരാധനയ്ക്ക് പോകണം, നീ അവിടെ നേരത്തെ പോയിട്ടുണ്ടല്ലോ, നീ ആ ആരാധനയ്ക്ക് പോകണം. ഓക്കെ, അന്നേരം ഞാൻ അടുത്ത ദിവസം ഞാൻ സാധാരണ പള്ളിയിൽ പോകുന്ന ആളായിരുന്നു.
ഞാൻ ആ പള്ളിയിലോട്ട് പോകുന്നില്ല. ഞാൻ എന്റെ വൈഫിനോട് പറഞ്ഞു, റീന കുഞ്ഞിനെ നോക്കണം, ഞാൻ ആ ആരാധനയ്ക്ക് പോകും. അങ്ങനെ ഞാൻ രാവിലെ പോകുമ്പോഴും ഇവന്റെ ഇങ്ങനെ പുറകെ കിടക്കുമ്പോഴൊക്കെ അവൻ ശരിക്കും ഉറങ്ങാനും പറ്റത്തില്ല. അവന്റെ ഇങ്ങനെ ആസ്മാറ്റിക് അറ്റാക്സിന്റെ ആ ശബ്ദമൊക്കെ ഇരിക്കുകയാണ്. ഞാനായാലും രാവിലെ പോയി. ഞാൻ ആ ആരാധനാക്കൂട്ടം വലിയൊരു ആരാധനാക്കൂട്ടം. ഈ ആരാധനാക്കൂട്ടത്തിൽ ഞാൻ ചെന്നപ്പം തന്നെ ഇച്ചിരി താമസിച്ചു. 11 മണി കഴിഞ്ഞു അവിടെ ചെന്നത്. ഞാൻ ഏറ്റവും ലാസ്റ്റ് ഏകദേശം റോയിൽ ഇരിക്കും. എന്നാൽ അന്നത്തെ അവിടുത്തെ ദേവദാസനും പാസ്റ്റർ പഠിപ്പിക്കുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ച് മെസ്സേജ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് എന്നുള്ള ടോപ്പിക്ക് ഞാൻ സത്യം പറഞ്ഞാൽ അതുവരെ ഞാൻ കേട്ടിട്ടില്ല. പരിശുദ്ധാത്മാവ് ആരാണെന്നും എനിക്ക് ശരിക്കും അറിയത്തില്ല. കാരണം ഞാൻ ഒന്നാമത് വചനമായിട്ട് ഇരുന്നിട്ടില്ല. ഞാൻ പോകുന്ന പള്ളിയിൽ ഞാൻ അതിനെക്കുറിച്ച് കേട്ടിട്ടുമില്ല. ഞാൻ അപ്പോടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന് മാത്രം കേട്ടെന്നല്ലാതെ എനിക്ക് എന്താ ആരാതൊന്നും, അത് ചിലപ്പോ ഒരു പരിശുദ്ധാത്മാവ് ഒരു വേറൊരു ഫിഗറാ, അല്ലെങ്കിൽ വേറെ ഒരു എല്ലാവരും പറഞ്ഞു പേടിപ്പിക്കുന്ന ഒരു രീതിയിലൊക്കെ തോന്നും. എന്റെ കുഴപ്പം കൊണ്ടായിരിക്കാം. കാരണം ഞാൻ ദൈവം വചനമായിട്ട് ഞാൻ ഇരിക്കാത്ത ഒരാളും കൂടെ. ഈ ദേവദാസൻ ഈ ടോപ്പിക്കിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഒരു അവസരം വന്നപ്പോൾ ഈ ദേവദാസൻ പറഞ്ഞു, യേശു ഈ ശിഷ്യന്മാരോട് ഈ പരിശുദ്ധാത്മാവിന്റെ കാര്യം പറയുകയും അവരുടെ ഊതി പരിശുദ്ധാത്മാവ്. ഇതൊക്കെ കേൾക്കുമ്പോൾ എന്നെ ഇങ്ങനെ ഇമ്പാക്ട് ചെയ്തു. എന്നാൽ ഇത് പറഞ്ഞതിന്റെ ഇടയ്ക്ക് വെച്ച് പുള്ളി പെട്ടെന്ന് നിർത്തി. അന്നേരം ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, പറഞ്ഞത് ഒരു 5000 പേരോളം ഇരിക്കുന്ന ഒരു കൂട്ടായ്മ നിർത്തിയിട്ട് പറഞ്ഞു, ദൈവാത്മാവ് ഒരു കാര്യം പറയുന്നു. ഇവിടെ ഒരു വ്യക്തി വന്നിട്ടുണ്ട്. ആ വ്യക്തി ആ ആളിന്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആളിന് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുന്നു. ഏതോ ഒരു ശാരീരികമായ ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ ദൈവാത്മാ പറയുന്നു, ഇപ്പോൾ ആ വ്യക്തിക്ക്, ആ സുഖമില്ലായിരിക്കുന്ന വ്യക്തിക്ക് ഒരു വിടുതൽ നടന്നിരിക്കുന്നു. അന്നേരം ഞാൻ ഏറ്റവും പുറകെ ഇരുന്ന ഞാൻ ഇതെല്ലാം കേട്ടിട്ട് ഇത് എന്തോ പറയുന്നത് കേട്ടിട്ട് എന്റെ കാര്യം ഇതുപോലൊക്കെ ആണല്ലോ. എന്നാൽ എനിക്ക് ഈ പുള്ളിയെ അങ്ങനെ പരിചയമില്ല. എനിക്ക് പുള്ളിക്കാരൻ എന്നെ കാണാൻ പോലും പറ്റത്തില്ല. കാരണം ഞാൻ അത്ര ദൂരത്തിലായിരിക്കും. പുള്ളി എന്നിട്ട് വീണ്ടും പരിശുദ്ധാത്മാവിന്റെ കാര്യമൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. പുള്ളി വീണ്ടും നിർത്തിയിട്ട് പറഞ്ഞു, ഞാൻ മുമ്പേ പറഞ്ഞ ആളുടെ കാര്യം ഞാൻ ഓർപ്പിക്കുന്നു. ഈ മീറ്റിംഗ് കഴിയുമ്പോൾ ആ സുഖമില്ലാത്ത വ്യക്തിയെ വിളിച്ചു ചോദിക്കണം എങ്ങനെയുണ്ട്. എന്നാൽ ഈ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടായി മീറ്റിംഗ് എല്ലാം കഴിഞ്ഞു. ഞാൻ ഈ മീറ്റിംഗ് കഴിഞ്ഞ പാടെ പെട്ടെന്ന് കാർ പാർക്കിന്റെ അവിടെ ചെന്നിട്ട് വിളിച്ചു, എന്റെ വീട്ടിലേക്ക് വിളിച്ചു. വൈഫ് ഫോൺ എടുത്ത് ചോദിച്ചു, എന്തോ ഉണ്ട് അവിടെ പറഞ്ഞു. അച്ഛാ, ജോഷ്വ പെട്ടെന്ന് ചാടി എഴുന്നേച്ചു, ഇവിടെ ലോറി നടക്കണം. ഓ, അന്നേരം എനിക്ക് സ്ട്രൈക്ക് ചെയ്തു. ഞാൻ പറഞ്ഞു, എന്നിട്ട് റീന എന്നോട് പറഞ്ഞു, അവന് കഴിച്ചു, മുമ്പേ വിശന്നെന്ന് പറഞ്ഞു, കഴിച്ചു, ഒരു തവണ കഴിച്ചു, വീണ്ടും ആഹാരം ചോദിക്കുക. അന്നേരം ഈ മോന് ഞാൻ പോരുന്നതിന്റെ തലേദിവസം ആ ദിവസങ്ങളിലൊക്കെ ഈ വായിൽ അൾസറുള്ള കാരണം ചോനൊന്നും കഴിക്കുന്നില്ല. അവനങ്ങ് വളരെ ക്ഷീണിച്ചങ്ങ് വളരെ അധികം ക്ഷീണിച്ചായിരുന്നു. അവൻ വളരെ പ്ലംബായിട്ടിരുന്ന ഒരു കുട്ടിയായിരുന്നു. ഒന്നും കഴിക്കാൻ പറ്റതിന്റെ കാരണം വെച്ചാൽ ഈ അൾസറൊക്കെ കാരണം ഒന്നും വായി ഇറക്കാൻ. ഞങ്ങൾ അന്നേരം കൊടുത്തുകൊണ്ടിരുന്നത് വെറും ചോറും തൈരും പഴവും ഒക്കെ ഇളക്കിയത്. എന്നാൽ റീന പറഞ്ഞു, അന്നേരം ഉച്ചയ്ക്ക് ഒരു നോർമൽ മീല് കഴിച്ചു. പിന്നെ അതിനുശേഷം പറയുന്നു, ഇവർ വീണ്ടും ഫുഡ് ചോദിക്കുന്നില്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അത് കെയർഫുൾ ആകണം, വീണ്ടും അവൻ ഛർദ്ദിക്കാൻ ചാൻസ് ഉണ്ടോ, 2 ദിവസമായിട്ട് എനിക്ക് കഴിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ഈ കാര്യം അത്ര എനിക്ക് ചോദിക്കണം തോന്നി. ഇതിന് എപ്പോഴാ റീന ഇങ്ങനെ ചാടി എഴുന്നേച്ചു എന്നിട്ട് പറഞ്ഞു, ഒരു 11:30 കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ചാടി എഴുന്നേച്ചു.
ഓടി നടക്കാനൊക്കെ തുടങ്ങി. ഞാനൊരു കാര്യം പറഞ്ഞു, ഏതായാലും ഉച്ച തിരിഞ്ഞ് എന്റെ ആ കസിന്റെ വീട്ടിൽ പ്രാർത്ഥനയുണ്ട്, ഞാൻ അതുകൂടെ കഴിഞ്ഞിട്ട് വരാം. ശരി എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഈ കസിന്റെ ഈ ആരാധന കഴിഞ്ഞിട്ട് കസിന്റെ വീട്ടിലെ പ്രാർത്ഥനയ്ക്ക് കൂടി. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു. ഞാൻ വീട്ടിൽ ചെന്നപ്പോ ഒരു രാത്രി ഒരു 8:30, 8:45 ആയിട്ടുണ്ട്. ചെന്ന് ഞാൻ വണ്ടി നിർത്തി കഴിഞ്ഞപ്പം ഡോർ തുറന്നത് എന്റെ മോന്. ഞാൻ രാവിലെ അവിടുന്ന് പോകുമ്പോൾ അവന് എഴുന്നേക്കാൻ വയ്യാതെ കെട്ടിലെ കിടക്കുകയും ആസ്മാറ്റിക് അറ്റാക്സ് നടന്നുകൊണ്ടിരിക്കുക. ആ അവസ്ഥയെ കണ്ടിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ ഞാൻ കൂടി വന്നാൽ അവന് അവിടെ അങ്ങനെ ഇരിക്കുന്നതേ കാണത്തില്ല. വെച്ചാൽ ഡോറ് തുറന്നത് ഈ മോൻ. അന്നേരം മുതൽ എന്റെ ഉള്ളിലുണ്ടല്ലോ ഒരു ഉണ്ടായ അനുഭവങ്ങളൊക്കെ അനുഭവമാണെങ്കിലും ആ പ്രാർത്ഥനയ്ക്ക് ഇരുന്നപ്പോഴൊക്കെ എന്റെ ജീവിതത്തിലെ ഒരു വേറൊരു ഭയങ്കര വ്യത്യാസം. അന്ന് ആ ഒരു ദിവസമാണ് ശരിയായിട്ട് ദൈവം ആരാന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റും. കാരണം ഞാൻ അന്നേരവും ദൈവമായിട്ടൊരു ബന്ധമില്ല. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇത് സംഭവിച്ചത് ഇപ്പം എന്നെ തേടി ഒരു ശക്തി വരുന്നുണ്ട്. ആ വ്യക്തി ഞങ്ങളെ വിടുന്നില്ല. ഞങ്ങൾക്ക് വിടുതൽ തന്നേ അടങ്ങും, ആശ്വാസം തന്നേ അടങ്ങും എന്നുള്ളത്. ഞാൻ ചെന്ന് കയറി വീണ്ടും റീനയോട് ചോദിച്ചു, റീന ഇത് എത്ര മണിക്കായിരുന്നു ആ ചാടി? എന്നോട് പറഞ്ഞ ഒരു 11:00 ആയപ്പോഴാണ്. ഞാൻ പറഞ്ഞു ഒരു കാര്യമാണ്, റീനയ്ക്ക് അറിയത്തില്ല സംഭവം. ഞാൻ പറഞ്ഞു ഈ പാസ്റ്റർ ഈ കാര്യത്തെ കുറിച്ച് മെസ്സേജ് അന്നേരം ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു, വിടുതൽ നടക്കില്ലെന്നു. ഞാൻ പറഞ്ഞു ആ സമയം ഏകദേശം ഈ 11:30 ആയിരുന്നല്ലോ, സെയിം ടൈമിലായി വിടുതൽ നടന്നത്. അന്നേരം ഒരു അത്ഭുതകരമായ ആ വിടുതൽ നടന്നു കേട്ട ആ നിന്ന നിപ്പിൽ തന്നെ ഞാൻ റീനയുടെ ഒരു കാര്യം പറഞ്ഞു, റീന നമുക്ക് ഇനി അടുത്തൊരു കാര്യം ചെയ്യണം, നമുക്ക് ബാപ്റ്റിസം എടുക്കണം. കാരണം ഇത് ദൈവം തന്നെ ചെയ്തതാണ്. നമുക്ക് ദൈവമായിട്ട് അടുത്ത ബന്ധം. പിന്നെ ഇനിയും തൊട്ട് നമ്മൾ ആ ആരാധനയിൽ കൂടുകയെന്ന് തന്നെ പറയും. കാരണം അങ്ങനത്തെ ഒരു ആരാധനയാണല്ലോ നമ്മൾ ദൈവം ആഗ്രഹിക്കുന്നതെന്ന്. കാരണം അല്ലാതെ നമ്മൾ മറ്റിടത്ത് പോകുന്നിടത്തൊന്നും നമുക്ക് ആ ഒരു കിട്ടുന്നില്ല. എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. നമ്മൾ ആരെയും കുറ്റം പറയുക. റീന അതിനോട് ആദ്യമേ എഗ്രി ചെയ്തു. എന്നാൽ ഞങ്ങൾ പോകുന്ന കൂട്ടായ്മയിൽ നിന്ന് പൂർണ്ണമായിട്ട് വിടുന്നതിനെ കുറിച്ച് റീനയ്ക്ക് ഒരു ഇച്ചിരി പ്രയാസമുണ്ട്. ഇത് നേരം ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചു, ഡിസംബർ 25 സ്നാനമേക്കും, ബാപ്റ്റിസം എടുക്കും. ബാപ്റ്റിസത്തിന് ഞാൻ എന്റെ കസിനോട് തന്നെയാ പറഞ്ഞത്, ഡോക്ടർ ബെഞ്ചമിൻ കോട്ടയത്തുള്ളത്. അന്ന് ഡിസംബർ 25 ബാപ്റ്റിസം എടുത്തു. ഒരു പ്രത്യേക അനുഭവമായിരുന്നു. ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ആ അനുഭവത്തെ കുറിച്ച് പറഞ്ഞറിയിപ്പിക്കാൻ പറ്റത്തില്ല. എന്തോ ഒരു ജീവിതത്തിൽ ഒരു വെളിച്ചം വന്ന പോലെ ഒരു അനുഭവം. എനിക്ക് വീണ്ടും ആ കൂട്ടായ്മയിൽ പോകണം തന്നെയായിരുന്നു. എന്നാൽ റീന പറഞ്ഞു, മോനെ ഇവിടെ സൺഡേ സ്കൂളിലൊക്കെ ഇരുത്തണമല്ലോ. കാരണം അവിടെ ശരിക്കും ആ കൂട്ടായ്മയിലൊക്കെ ശരിക്കും സൺഡേ സ്കൂളൊക്കെ ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. സൺഡേ സ്കൂളിലൊക്കെ ഇരുത്താം. എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ലായിരുന്നു. പിന്നെ ഏതായാലും വീട്ടിലൊരു നമ്മൾ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. ഞാൻ അതിന് സമ്മതിച്ചു. ഡിസംബർ 31 ഈ വാച്ച് നൈറ്റ് സർവീസ് ഉണ്ടല്ലോ പള്ളികളിലൊക്കെ. ആ സമയമാകുമ്പോൾ അന്ന് രാവിലെ 2 ദിവസത്തിന് മുമ്പേ മോനെ എന്റെ ഫാദറിലോ വീട്ടിലോട്ട് കൊണ്ടുപോയായിരുന്നു. ഡിസംബർ 31 ഒരു വൈകുന്നേരം ആയപ്പോഴത്തേക്ക് മോനെ കൊണ്ടു വന്നപ്പോ അവന് ചെറിയ പനി തിരിയ, അവന് ഇച്ചിരി സുഖമില്ലെന്ന് എനിക്ക് തോന്നി. ഈ 31 രാത്രിയിൽ അവിടുത്തെ ഈ പള്ളിയിലെ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഇവൻ എന്റെ തോളത്ത് കിടക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 11:45 ആയപ്പോഴത്തേക്ക് ഇവന് എഴുന്നേച്ചിട്ട് ഇങ്ങനെ ഓക്കാനിക്കുന്ന ഒരു കാണിച്ചു. എനിക്ക് മനസ്സിലായി ചിലപ്പോ ഇവൻ ശ്രദ്ധിക്കുമല്ലോ. പെട്ടെന്ന് ഞാന് പള്ളിയിൽ നിന്ന് ഇറങ്ങാനായിട്ട് സ്റ്റെപ്പിന്റെ അവിടെ വരികയും ഛർദിച്ചു വെച്ചു. ആ സ്റ്റെപ്പേൽ മുഴുവൻ ഇവൻ ഛർദിച്ചു. എന്താ ചെയ്യാന്നറിയത്തില്ല. ഞാൻ ഇവനെ തോളത്തിട്ടോണ്ട് തന്നെ പെട്ടെന്ന്
ഒരു സൈഡിൽ വന്നു. റീനയെ വിളിച്ചു. ഞങ്ങൾ അത്യാവശ്യം ഒരു തുണിയൊക്കെ എടുത്ത് അവിടെ എല്ലാം ക്ലീൻ ചെയ്തു. കാരണം 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് പള്ളിയിലെ ആരാധനയെല്ലാം കഴിഞ്ഞ് ഇറങ്ങുക. ആൾക്കാർ വരുമ്പോൾ ഇതിലൊക്കെ ചവിട്ടി ഇറങ്ങും. ഞങ്ങളതിൽ പെട്ടെന്നെല്ലാം തുടച്ച് വൃത്തിയാക്കി. ഞങ്ങള് ഇത് കഴിഞ്ഞ് പള്ളി തീരുന്നതിന് മുമ്പേ തന്നെ ഞങ്ങൾ ഇറങ്ങി. ഇറങ്ങുമ്പോഴൊക്കെ ഇവൻ ഇങ്ങനെ തളർന്ന് എന്റെ തോളത്ത് കിടക്കും. ഞങ്ങൾ പള്ളിയുടെ കോമ്പൗണ്ട് വിട്ടു ഒരു 10 അടി നീങ്ങിയില്ല. ജോഷ വീണ്ടും ചാടി എഴുന്നേറ്റ് സാധാരണ രീതിയിലല്ല സംസാരിക്കാൻ. അന്ന് ഞാനൊരു കാര്യം റീനയോട് പറഞ്ഞു. ഞാൻ അപ്പോഴത്തേക്ക് വണ്ടിയുടെ അങ്ങോട്ട് നടക്കുന്നതിന്റെ ഇടയ്ക്ക് റീനയോട് പറഞ്ഞു, പിന്നെ ഇനി ഞാൻ ഈ കൂട്ടായ്മയിൽ ഒന്ന് കൂടാ. ഞാൻ തീരുമാനിച്ചു, നിനക്ക് വേണമെങ്കിൽ വരാം, പോവാം. റീന അന്നൊരു കാര്യം പറഞ്ഞു, ഞാനും അച്ഛൻ വരത്തില്ല. അങ്ങനെ ഞങ്ങൾ ജോയിന്റ് ആയിട്ട് തീരുമാനം എടുത്തു. അതിനുശേഷം എല്ലാ ഞായറാഴ്ചകളും മറ്റേ കൂട്ടായ്മയിൽ ഞങ്ങൾ ആരാധനയ്ക്ക് പോകും. അങ്ങനെ ജീവിതം മുന്നോട്ട് നീങ്ങുമ്പോൾ കർത്താവ് എന്റെ മേലൊരു വിളിയും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അങ്ങനെ മുന്നോട്ട് നീങ്ങി. 2008 ഞാൻ എന്റെ ദേശം വിട്ട് ഞാൻ കോട്ടയത്തോട്ട് താമസം. അതൊരു ദൈവശബ്ദം ഞാൻ കേട്ടത്. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, മാറാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ല ഈ ദൈവശബ്ദം കേട്ടു. എന്നാൽ ഇച്ചിരി പ്രയാസങ്ങൾ എനിക്ക് വീട്ടിൽ അനുഭവിക്കുന്നുണ്ട്. ഒന്ന്, എന്റെ കുടുംബാംഗങ്ങൾ ഞാൻ ഈ വിശ്വാസത്തിലോട്ട് വന്നത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ വന്നപ്പോ അവരുടെ രീതികളും അവരുടെ എതിർപ്പും ഒക്കെ വന്നപ്പം എനിക്ക് അങ്ങനെ ഇച്ചിരി ഭയങ്കര വിഷമമായിട്ട് എനിക്ക് ആ വിഷമമുള്ള സമയത്താണ് ഞാനിങ്ങനെ എന്റെ കട്ടിലേൽ ഇങ്ങനെ ഇരുന്ന് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഈ ശബ്ദം കേട്ടു, നീ ഈ ദേശം വിടണം. വളരെ വ്യക്തമായിട്ട് ഞാനൊരു സ്വരം കേട്ടു. എന്നിട്ട് ഇത് എങ്ങോട്ടാ പോകേണ്ടതെന്ന് അറിയാൻ വേണ്ടി. എന്നാൽ അന്ന് ആരാധനയ്ക്ക് ഞാൻ കോട്ടയത്ത് ആപ്പിട്ടുണ്ട്. ഞാൻ എന്നിട്ട് എന്റെ റീനയുടെ വൈഫിന്റെ അടുത്ത് ഓടി ചെന്ന് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടുന്ന് മാറാം. എന്നിട്ട് വൈഫിനോട് ചോദിച്ചു, എങ്ങോട്ട് പോകും? നമുക്ക് കോട്ടയത്തോട്ട് പോകാം, ഏതായാലും നമുക്ക് ആരാധന അവിടെ അല്ലേ പോകും. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ കോട്ടയത്തോട്ട് താമസം. വാടക വീട്ടിലോട്ട്, ഒരു വാടക വീട് അവിടെ എടുത്തു. ഞാൻ ചെങ്ങന്നൂര് വലിയൊരു ഭവനം, കുടുംബം എല്ലാം ഉണ്ട്, സാഹചര്യങ്ങളെല്ലാം ഉണ്ട്. എന്നാൽ ദൈവശബ്ദം കേട്ട അനുസരിച്ച് നീങ്ങി. അങ്ങനെ 2008 ഞങ്ങൾ കോട്ടയത്തോട്ട് താമസിച്ചു. ആരാധനയ്ക്ക് ഇങ്ങനെ അവിടെ കൂടി. അവിടെ താമസിക്കുമ്പോഴും ഞാനും എന്റെ വൈഫും ഓൾട്ടർനേറ്റ് ചെയ്ത് ചെങ്ങന്നൂര് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. 2009 ആയപ്പോഴത്തേക്ക് ഞാന് എന്റെ പ്രാക്ടീസ് നിർത്തണമെന്ന് എന്റെ ഉള്ളിൽ. പൂർണ്ണമായിട്ട് ദൈവ രാജ്യത്തിനായിട്ട് എന്റെ ജീവിതം കൊടുക്കണം. അതിന്റെ പിന്നെ റീനയുടെ ഫ്രീഡം തന്നെ കൊടുത്തു. റീനയ്ക്ക് എങ്ങനെ പ്രവർത്തിക്കണം. ഞാൻ അങ്ങനെ ഇങ്ങനെ എന്നിട്ട് വെയിറ്റ് ചെയ്യുക, ഒരു പ്രാർത്ഥനയോട് വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം എനിക്കൊരു കോള് വന്നു. ആ കോള് ഒരു ദേവദാസനാണ്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ VA തമ്പി, ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിന്റെ സ്ഥാപകനാണെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ എന്റെ മകന്, പുള്ളിക്കാരൻ പറയാണ്, എന്റെ മകന് ബോംബെയിൽ ഒരു മിനിസ്ട്രി നടത്തുന്നുണ്ട്. എന്നാൽ അവിടത്തേക്കൊരു ഡെന്റൽ സർജനും ഡെന്റിസ്റ്റിനെയൊക്കെ വേണമായിരുന്നു. ഞങ്ങൾക്ക് ആരെയും കിട്ടുന്നില്ല. അന്നേരം ഡോക്ടറിന് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അന്നേരം ഞാൻ പറഞ്ഞു, ഞാൻ ആലോചിച്ചിട്ട് പറയാം പാസ്റ്റർ. പിന്നെ എന്തൊക്കെ കാരണവശാൽ ഇങ്ങനെ ഞാൻ അതിങ്ങനെ ഇതൊക്കെ ഒഴിഞ്ഞു നിന്നു. 2-3 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇച്ചിരി പ്രയാസങ്ങളൊക്കെ, ആത്മീയമായിട്ടുള്ള കുറച്ച് പ്രയാസങ്ങളൊക്കെ നേരിട്ടു. പിന്നെ മോനാണെങ്കിലും സ്കൂളിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് പ്രയാസം കോട്ടയത്തായിരുന്നു. അതൊക്കെ വന്ന് ഞാനിങ്ങനെ ഒരു ദിവസം മുട്ടുമേ നിന്ന് പ്രാർത്ഥിക്കും. കാരണം എന്തോ ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ ഇങ്ങനെ മുട്ടുമേ നിന്ന് പ്രാർത്ഥിക്കും. വീണ്ടും എന്റെ ഫോൺ റിങ് ചെയ്തു. നോക്കിയപ്പോൾ പാസ്റ്റർ VA തമ്പി.
കോൾ എടുത്തപ്പം പാസ്റ്റർ എന്നോട് പറഞ്ഞു, പക്ഷേ ഞാൻ 2-3 മാസം മുമ്പേ വിളിച്ചതാണ്. ഇങ്ങനെ ഞാൻ പറഞ്ഞായിരുന്നില്ല എന്റെ മോന്റെ മിനിസ്ട്രിയുടെ കാര്യം. ഇപ്പോഴും അവന് ഡെന്റിസ്റ്റ് ആയിട്ടില്ല. ഡോക്ടർ ഞങ്ങളെ കാണാൻ വരുമോ? ഞാനും മറിയാമയും ഇവിടെ വെയിറ്റ് ചെയ്ത് നിങ്ങളെ കാണാൻ. ഞാൻ പറഞ്ഞു, പാസ്റ്റർ ഞാൻ വരാമല്ലോ. അടുത്ത ദിവസം ഞാനും എന്റെ വൈഫ് റീനയും ചെന്നപ്പം ഇവർ രണ്ടുപേരും, ഞങ്ങൾ ആദ്യമായിട്ട് ഇവരെ കാണുന്നത്, ഞങ്ങൾക്ക് ഇവരെയൊക്കെ ഇങ്ങനെ കേട്ടിട്ട് പോയിട്ടുണ്ട് സത്യം. കണ്ടു, സംസാരിച്ചപ്പം ഇവരുടെ ഉള്ളിൽ നിന്ന് ഞങ്ങൾക്ക് ശരിക്കും സ്നേഹം ഇങ്ങനെ ഒഴുകുന്നത് ഫീൽ ചെയ്യും. ശരിക്കും സ്നേഹം ഒഴുകും. ഞങ്ങൾക്ക് ആദ്യം ഒരു ഫീലിംഗ് വന്നു, ഇങ്ങനെ ഇവരെങ്ങനെ ആയിരിക്കും, അവരുടെ രീതികൾ എങ്ങനെ ആയിരിക്കും, അങ്ങനെ മനുഷ്യന് പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളോ എല്ലാം വരുമോ ഒക്കെ ഇങ്ങനെ ഉള്ളിലൊരു കൺസേൺ ഉണ്ടായിരുന്നു. എന്നാൽ ഇവരുടെ ഉള്ളിൽ നിന്ന് പ്യുവർ സ്നേഹവും ഇവർ ഒരു വളരെ ജെന്യുവനായിട്ട് സുവിശേഷ വേല ചെയ്യുന്നവരാണ് എൻ്റെ ഒരു ബോധ്യം. ഞാൻ അതിൽ എൻ്റെ മനസ്സും കൊണ്ട് തീരുമാനിച്ചു. ഞാൻ എന്നിട്ട് പറഞ്ഞു, ഞാൻ വീട്ടിൽ പോയെന്ന് ആലോചിച്ചിട്ട് പറയാം പാസ്റ്റർ. ഞങ്ങള് പോകുന്ന വഴിക്ക് ഞാൻ റീനയുടെ നമ്മളെന്തോ പറയണം. എന്നോട് റീന പറഞ്ഞു, നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ സുവിശേഷം പലരും കേട്ടിട്ടുണ്ട്, പിന്നെ അവരുടെ അടുത്ത് നമ്മൾ സുവിശേഷം പറയുന്നുണ്ട്. എന്നാൽ അവിടെ പോയാല് സുവിശേഷം കേൾക്കാത്തവരോട് പറയാൻ പറ്റും. അന്നേരം പറഞ്ഞു, ഞാൻ പറഞ്ഞു എന്റെ മനസ്സിൽ അത് ഓൾറെഡി ഉണ്ട്, നിനക്ക് അത് ഷുവർ ആണോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഉടനെ ഞാനിത് കൺഫേം ചെയ്യാം. ആയിക്കോട്ടെ. ഞാൻ തിരിച്ചു വന്ന് വീട്ടിൽ വന്നപ്പോൾ തന്നെ ഞാൻ ഉടനെ പാസ്റ്ററിനെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങള് ആ കാര്യത്തിനായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. ഞാൻ പറഞ്ഞു, പാസ്റ്റർ വി എ തമ്പി പറഞ്ഞു, എന്റെ മോന്റെ നമ്പർ തരാം, അപ്പം തന്നെ ഒന്ന് വിളിക്കണേ. അങ്ങനെ ഞങ്ങൾ വിളിക്കുമ്പോൾ ഈ പാസ്റ്റർ ബിജു ഫോൺ എടുത്തിട്ട് പറഞ്ഞു, അയ്യോ എനിക്കിത് ഭയങ്കര അതിശയമായിട്ട് തോന്നുന്നല്ലോ, ഞാൻ ഇവിടെ മുട്ടുമേ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ഒരു ഡെന്റലിസ്റ്റിന് വേണ്ടി വരുന്നത്. ഞങ്ങള് കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക. ഇപ്പം ഡോക്ടർ വിളിക്കുമ്പോൾ ഞാൻ ഈ മുട്ടുമേ നിന്ന് ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നല്ലോ. ഞാൻ പറഞ്ഞു, ബിജു ഞങ്ങൾ ഇതിനെക്കുറിച്ച് കേട്ടു, ഞാൻ ഏതായാലും അങ്ങോട്ടൊന്ന് വന്ന് കാണണമെന്ന് ഉദ്ദേശിച്ചു. അയ്യോ വന്നാട്ടെന്ന് പറഞ്ഞു. വിതിൻ ഒരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ ബോംബെ വന്നു. ഈ നടക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ കണ്ടു. ഞാൻ വരുമ്പോ അന്ന് ഈ ഡെന്റൽ വാന്റെ പണിയൊക്കെ നടക്കുന്നത് കൊണ്ട് എല്ലാം തീർന്നിട്ട്, അന്നേരം ഞാൻ വന്ന് എന്നോട് പറഞ്ഞ എല്ലാം കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ ചെയ്യണമെങ്കിൽ ദൈവം ഇത് ചെയ്യണം പറയണമെന്ന് പറഞ്ഞു. ഞാനെല്ലാം കണ്ട് ഞാൻ പറയേണ്ട ചില വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്ന് എന്റെ ഫാമിലിയും കൂട്ടിക്കൊണ്ടുവന്ന് ഫാമിലിയോടെല്ലാം കാര്യങ്ങളെല്ലാം കണ്ടു, താമസിക്കേണ്ട സ്ഥലങ്ങളെല്ലാം കണ്ടു, സ്കൂളിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു. ഞങ്ങള് 2-3 മാസത്തിനുള്ളിൽ വന്നു. 2010 മെയ് ഒരു 28-29 ഒക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങളിവിടെ എത്തി. ജൂൺ 1 മുതൽ ഞങ്ങൾ ഒഫീഷ്യലായിട്ട് ഈ മിനിസ്ട്രിയുമായിട്ട് തുടങ്ങുമായിരുന്നു. എന്റെ മോളെ സ്കൂളിൽ ചേർത്തു, മോനെ സ്കൂളിൽ ചേർത്തു. അങ്ങനെ പ്രവർത്തിച്ചു വന്നു. ഞങ്ങളുടെ വേല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സ്ലംസിൽ പോയിട്ട് അവിടെ ചെന്ന് ഈ ഡെന്റൽ വാൻ ഇടുക, പാവങ്ങളെല്ലാം ഇത് കയറി വരും, അവർക്ക് വേണ്ടി ഫ്രീ ട്രീറ്റ്മെന്റ് ഞങ്ങൾ ചെയ്ത് വിടുമായിരുന്നു. ഞങ്ങള് ദൈവസ്നേഹം അനേകരോട് പങ്കിട്ടിട്ടുണ്ട്. പിന്നെ അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ 2015 ഒക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ കൂടുന്ന ചർച്ചില് പാസ്റ്റർ ബിജുവിന് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരാളൂടെ വേണമെന്ന് പാസ്റ്റർ ബിജുവിന്റെ ഒരു അഭിപ്രായം ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെ ഞാൻ 2015 ഒക്കെ ആയപ്പോഴത്തേക്ക് ചർച്ചിന്റെ കാര്യങ്ങളിലൊക്കെ നീങ്ങി. 2018 ആയപ്പോഴത്തേക്ക് എന്നെ അവിടുത്തെ പാസ്റ്ററായിട്ട് ഓർഡൈൻ ചെയ്തു. അങ്ങനെ ഞാൻ എപ്പോഴും അതുപോലെ ഇങ്ങനെ ഫങ്ഷൻ ചെയ്തു പോകുന്നു, അസോസിയേറ്റ് പാസ്റ്ററായിട്ട്. എൻ്റെ വൈഫും ഈ ചർച്ചിന്റെ അസോസിയേറ്റ് പാസ്റ്ററായിട്ട് എന്നെ ഫങ്ഷൻ ചെയ്യുന്നു. എന്നാൽ എൻ്റെ വൈഫ് ഈ എൻജിഒയുടെ പേര് വിഷൻ ട്രസ്റ്റ് എന്നാണ്. എല്ലാ ദിവസവും പോകുന്നുണ്ട്. അവിടെ ഈ ഡെന്റൽ വാൻ നടത്തണമല്ലോ, നടത്തിക്കൊണ്ട് മുന്നോട്ട് നീങ്ങും. അങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു. ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുമെന്ന് ഞങ്ങൾ ചിന്തിച്ചു. കാരണം എൻജിഒ ആകുമ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള വലിയ പ്രതിഫലം ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റും.
എന്നാൽ കർത്താവ് ഞങ്ങളുടെ കാര്യങ്ങൾ ഓരോ ദിവസവും വളരെ അത്ഭുതകരമായിട്ട് നടത്തിക്കൊണ്ട് പോകും. കിട്ടുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങളെ നടത്തി. ഞങ്ങൾ പഴയ കാര്യങ്ങൾ ചിന്തിക്കുന്നില്ല. കാരണം പഴയ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ സ്വന്തം പ്രാക്ടീസും ഉണ്ടായിരുന്നു, വീട്ടിലെ സാഹചര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ ഞങ്ങൾ ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നു. ഈ NGOയുടെയും പിന്നെ ഈ ചർച്ചിന്റെ ചാർജിലൊക്കെ നടന്ന് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നു. അതിനകത്തെ വേറെ ഒരു ജീവിതത്തിൽ നടന്ന വലിയ കാര്യം എന്ന് പറയുന്നത്, അവള് നീറ്റ് എക്സാം എഴുതി MBBS കിട്ടി. പിന്നെ അതിനുശേഷം MD പഠിക്കുന്നു. ഇതെല്ലാം ദൈവം നടത്തി തരുന്ന രീതികൾ ഓർക്കുമ്പോൾ നമ്മുടെ സമ്പത്തിന്റെ കഴിവിന്റെ അടിസ്ഥാനത്തിലൊന്നും അല്ല നടത്തുന്നത്. എല്ലാം ദൈവം നടത്തുന്നുള്ള എനിക്ക് പൂർണ്ണ വിശ്വാസം. പിന്നെ മോന് ഞങ്ങളുടെ ഒരു മിറക്കിൾ ബോയ് ആണല്ലോ, അവനൊരു അത്ഭുതകരമായ ഒരു ജന്മം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ നേരത്തെ മുതലേ മോനെ ദൈവവേലയ്ക്കായിട്ട് ഏൽപ്പിച്ചായിരുന്നു. കൊച്ചു പ്രായം മുതലേ മോന് ആ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അവന് മറ്റൊരു രീതിയിലുള്ള കരിയർ, അവന് പഠിക്കാനൊക്കെ മിടുക്കനായിരുന്നു. അവന് 12th 93% ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അവൻ ഇത് കഴിഞ്ഞിട്ട് എന്നോട് പ്രത്യേകം പറഞ്ഞു, എനിക്ക് ദൈവവേല ചെയ്യണം. അങ്ങനെ ഇപ്പം അവന് ബൈബിൾ കോളേജ് തുടങ്ങി. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് ജീവിതം. പിന്നെ ഇത്രയൊക്കെ കാര്യങ്ങൾ നടത്തിയത് ഞങ്ങൾക്കൊരു കാര്യം അറിയാം, ഞങ്ങളുടെ കഴിവിലോ പിടുത്തിലോ ഒന്നുമില്ല കാര്യങ്ങളാണ്. എല്ലാം ഞങ്ങളെ കരുതുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ പേര് ഞങ്ങൾക്ക് പറയുന്നതിനകത്ത് ഒരു പ്രയാസമില്ല. അനേകരോട് ഞങ്ങൾ ഈ ദൈവസ്നേഹം പങ്കിടുന്നുണ്ട്. എന്നെ കേൾക്കുന്ന ഓരോരുത്തർക്കും ഈ ഞങ്ങളുടെ അനുഭവം എല്ലാവരെയും സ്പർശിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കും. താങ്ക് യു കർത്താവിൻ്റെ ദാസൻ ഡോക്ടർ തോമസ് ഉമ്മനവറുകൾ. അനുഗ്രഹീതമായ ജീവിതത്തിലെ നല്ല അനുഭവങ്ങളും ഓർമ്മക്കുറിപ്പുകളും ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം ഇത്രയും സമയം ചിലവഴിച്ച് പങ്കുവച്ചതിന് കർത്താവിൻ്റെ ദാസനുള്ളതായ നന്ദി അറിയിക്കുന്നു. ദൈവമായ കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെയും ശുശ്രൂഷകളെയും പ്രവർത്തന മണ്ഡലങ്ങളെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബോംബെയുടെ വിവിധ ഗ്രാമപ്രദേശങ്ങളിൽ ഇതുവരെ സുവിശേഷം എത്തിയിട്ടില്ലാത്ത ജനത്തിൻ്റെ നടുവിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ, അവർക്ക് വേണ്ടുന്ന ആതുര സേവനങ്ങൾ ചെയ്യുവാൻ, അവരുടെ ആത്മീയ ഉന്നമനത്തിന് വേണ്ടി കൈപിടിച്ച് നടത്തുവാൻ ഒക്കെ കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെയും ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. തുടർന്നും ശക്തമായ നേതൃത്വം കൊടുക്കുവാൻ സർവശക്തനായ ദൈവം കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെയും സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഈ സമയം നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ആമേൻ. കർത്താവ് ആമേന് ഈ പ്രവർത്തനങ്ങളെ മാനിച്ചതുപോലെ ഇനിയും വലിയൊരു ദൗത്യം ചെയ്യുവാൻ നമ്മെ ഓരോരുത്തരെയും ഉപയോഗിക്കേണ്ടതിന് നാം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി കർത്താവിൻ്റെ ദാസൻ ഡോക്ടർ തോമസ് ഉമ്മനവറുകൾ ചുരുക്കം വാചകങ്ങൾ ഈ സമയം നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥിക്കും. ഈ നല്ല ദിവസത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇത് അങ്ങ് നിയമിച്ച പ്രകാരമാണല്ലോ ഈ കാര്യങ്ങളൊക്കെ. ഇങ്ങനൊരു അവസരവും ഇങ്ങനൊരു ടെസ്റ്റ് മണിയും എനിക്ക് ഇങ്ങനെ അരോമ ടിവിയിൽ പറയുവാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചതില്ല. കർത്താവെ, അങ്ങ് ഇതിനും അവസരം ഒരുക്കാനായിട്ട് സ്തോത്രം ചെയ്യും. കർത്താവെ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ വൻ കാര്യങ്ങളെ ഞങ്ങൾക്ക് പങ്കിടുവാൻ പറ്റിയതിനായിട്ട് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. അങ്ങ് ഞങ്ങളെ കരുതിയതുപോലെ എല്ലാരെയും കരുതുന്നതിനായിട്ട് സ്തോത്രം. ഈ കേൾക്കുന്ന ഓരോരുത്തരുടെ ഹൃദയങ്ങളെ അങ്ങ് സ്പർശിക്കുന്നതിന് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഇത് കേൾക്കുന്ന ഓരോരുത്തരുടെ ഹൃദയങ്ങളെ കർത്താവെ സ്പർശിക്കുന്നതിനായിട്ട് സ്തോത്രം. അങ്ങ് ഇവരെ ഓരോരുത്തരെയും അങ്ങേ അറിയാത്ത അനേകരെ അങ്ങ് ഇത് കേൾക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ഞാനൊരു കാര്യം ഇപ്പോൾ ഡിക്ലെയർ ചെയ്യും. യേശുവിന്റെ നാമത്തിൽ കേൾക്കുന്ന ഓരോരുത്തരുടെ ഹൃദയങ്ങളെ കർത്താവെ അങ്ങ് സ്പർശിക്കണം. അവരുടെ പ്രയാസങ്ങൾ അങ്ങ് അറിഞ്ഞ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനായിട്ട് സ്തോത്രം. അത്ഭുതങ്ങൾ നടക്കട്ടെ, അടയാളങ്ങൾ നടക്കട്ടെ, വിടുതലുകൾ നടക്കട്ടെ, സാൽവേഷൻ നടക്കട്ടെ. ഒരു പുതിയ ജീവിതത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക് ഒരു വെളിച്ചം ഉണ്ടാകട്ടെ. സുഖമായില്ലായിരിക്കുന്നവർക്ക് യേശുവിന്റെ നാമത്തിൽ അങ്ങയുടെ അടിപ്പിണറാൽ പൂർണ്ണ സൗഖ്യം വരട്ടെ. ഇപ്പോൾ തന്നെ കേൾക്കുന്നവർ
പിള്ളേരെ ആഗ്രഹിക്കുന്ന കുടുംബങ്ങൾ പ്രത്യേകം ഈ അവസരത്തിൽ പിള്ളേരില്ലാതെ പിള്ളേരുണ്ടാകുവാൻ ആഗ്രഹിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അവരുടെ കൂമ്പുകളെ തുറക്കട്ടെ. യേശുവെ, അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ കുഞ്ഞുങ്ങൾ അവർക്കുണ്ടാകട്ടെ. അത് അങ്ങ് കർത്താവ് ഇത് നടക്കുന്നതിനായിട്ട് സ്തോത്രം. ഈ അവസരത്തിനായിട്ട് സ്തോത്രം. ഈ അരോമ ടിവിക്കായിട്ട് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ ഇങ്ങനത്തെ പ്രവർത്തനത്തിലൂടെ അനേകരെ അങ്ങ് സ്പർശിക്കുന്നതിനായിട്ട് സ്തോത്രം. പാസ്റ്റർ ഡാനിയലിനെ ഞങ്ങൾ പ്രത്യേക കുടുംബാംഗങ്ങളെ അങ്ങ് കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ ഒരു ദൗത്യം കർത്താവ് ഈ ദാസിനെ ഏൽപ്പിച്ചതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. താങ്ക് യു. ഒരു പ്രാവശ്യം കൂടെ കർത്താൻ ദാസിലുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദയവായി കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരുള്ളതായ നന്ദി സ്നേഹവും ഞങ്ങൾ അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർ കേൾക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാൻ ഇടയായിത്തീരുമല്ലോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കാൻ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com